പത്തനംതിട്ട കൂടലിലെ വലിയ ഒരു അപകടത്തിന്റെ വാർത്തയിലാണ് ഇന്ന് നമ്മൾ പുലർച്ചെ ഉണർന്നെഴുന്നേറ്റത് തന്നെ. അതുമുതൽ ഈ ദുരന്ത വാർത്തകളിലാണ്. പത്തനംതിട്ട കൂടലിലാണ് സംഭവം ഉണ്ടായത്. ശബരിമല തീർത്ഥാടകരുടെ മിനി ബസ്സും കാറും കൂട്ടിയിടിച്ച് 4 മരണം സംഭവിക്കുകയായിരുന്നു. ഒരേ കുടുംബത്തിലെ 4 പേരാണ് മരിച്ചത്. നവദമ്പതിമാരും അവരുടെ അച്ഛന്മാരുമാണ് മരിച്ചത്. മലശ്ശേരി സ്വദേശികളായ നിഖിലീപ്പൻ, ഭാര്യ അനുവിന്റെ പിതാവ് ബിജു പി ജോർജ്, നിഖിലിന്റെ പിതാവ് ഈപ്പൻ മത്തായി എന്നിവരാണ് പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ മരണത്തിന് കീഴടങ്ങിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഇവരെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഈ അച്ഛന്മാർ. പത്തനംതിട്ടയിലെ മല്ലശ്ശേരിയിലേക്കാണ് ഈ കാറ് പോയത്. അവരുടെ വീടുകൾ അവിടെയാണ്. അതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നു. സ്റ്റെഫിൻ, അവിടെ നിന്ന് നൽകാനാവുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഈ മൃതദേഹങ്ങൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയോ? മൂത്തി 2 പേരുടെ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് അല്പസമയം മുമ്പാണ് കൊണ്ടുപോയത്. ഇനി ഒരു മൃതദേഹം കൂടി ഇപ്പോൾ ഇറക്കാനുണ്ട്. അതിനുശേഷം അതിന് വേണ്ടുന്ന ആംബുലൻസ് ഇവിടെ സജ്ജമാണ്. ഈ കാണുന്ന ആംബുലൻസിലാണ് ആ 3ാമത്തെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോവുക. ഇപ്പോൾ ഏതായാലും അതിന് വേണ്ടുന്ന അവസാനഘട്ട ക്രമീകരണങ്ങൾ ആശുപത്രിക്കകത്ത് നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനീഷ് കുമാർ MLA അടക്കമുള്ളവർ, മറ്റ് ജനപ്രതിനിധികൾ, ഇടവാംഗങ്ങളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉടൻ തന്നെ ഇനി അധികം കാലതാമസം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടൻ തന്നെ ഇവിടെ നിന്നും ഇറക്കും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ ഈ 9 മണിയൊക്കെ ഈ സമയം ആണ് നേരത്തെയും പ്രതീക്ഷിച്ചിരുന്നത്. 9 മണിയോട് കൂടി അവിടെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടുന്ന നടപടികൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സജ്ജീകരിച്ചിരുന്നു. അതിനു വേണ്ടി നേരത്തെ തന്നെ 2 മൃതദേഹങ്ങൾ കൊണ്ടുപോയി. ഇനിയിപ്പോൾ ഈ 3ാമത്തെ മൃതദേഹം കൂടി കൊണ്ടുപോകും. ഇപ്പോൾ ജനീഷ് കുമാർ MLA സംസാരിച്ചപ്പോൾ തന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. മുമ്പ് പലപ്പോഴും ഈ റോഡ് ഏതാണ്ട് 1.5 വർഷമേ ആയിട്ടുള്ളൂ ഇത്രയധികം നന്നാക്കിയ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ട്. അതിനു മുമ്പ് പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാത ആയതുകൊണ്ട് തന്നെ പല വാഹനങ്ങൾ ഇപ്പോൾ ഇതുവഴി ഈ NHന്റെ പണി നടക്കുന്നു, അല്ലെങ്കിൽ MC റോഡിൻ്റെ ഭാഗത്ത് കൂടുതൽ തിരക്കുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഈ വഴിയൊക്കെ തന്നെ പല വാഹനങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ റോഡ് നന്നായി കിടക്കുകയാണ്. ഇടയ്ക്ക് വളവും തിരിവുമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പലപ്പോഴും അമിത വേഗം പല അപകടങ്ങൾക്ക് കാരണമാകും. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് ഇപ്പോൾ സമയത്ത് കണ്ടതാണ്. ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു 200 മീറ്റർ മാത്രം അകലെ മറ്റൊരു 2 വാഹനങ്ങൾ ഇടിച്ചു കിടക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടമാണ്. അത്തരത്തിൽ അപകടങ്ങൾ ഇങ്ങനെ തുടർക്കഥയാകുന്നു എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായ കാര്യം. ഇപ്പോൾ ഏതായാലും ബന്ധുക്കളും ഒപ്പം നാട്ടുകാരുമെല്ലാം തന്നെ ഇവിടെയുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും അയൽക്കാരുമൊക്കെയാണ്. നമ്മളോട് അല്പം മുമ്പൊക്കെ സംസാരിച്ചവരാണ്. അവരൊക്കെ വേദന അടക്കാനാകാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ആശുപത്രി പരിസരത്ത് നിന്നും കാണാൻ കഴിയുന്നത്. ഏതായാലും ഈ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളമുള്ള തീരുമാനത്തിലേക്കൊന്നും തന്നെ എത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ നിഖിലിൻ്റെ സഹോദരി കുവൈറ്റിലാണ്. നിഖിലിൻ്റെ സഹോദരി വിവരം അറിയിച്ചു. നിഖിലിൻ്റെ സഹോദരി ഈ വിവാഹശേഷം തിരികെ 2 ദിവസമായേ ഉള്ളൂ മടങ്ങിപ്പോയിട്ട് എന്നാണ് നേരത്തെ നമ്മളോട് സംസാരിച്ച ബന്ധു അയൽവാസിയുമായ മനുഷ്യൻ പറഞ്ഞത്.